രാമായണത്തിന്റെ 24-ാമത്തെ ദിവസമാകുമ്പോൾ 22, 23-ാമത്തെ ഭാഗം വരുമ്പോൾ ഹനുമാൻജി അശോകവനത്തിൽ കടക്കുകയും സീതാദേവിയെ കാണുകയും സീതാദേവിയെ എടുത്ത് അടയാളവാക്യം കൊടുത്തിട്ട് പറയുന്നു ശ്രീരാമദൂതനാണ് എന്ന് പറഞ്ഞു കൊടുത്ത് സീതാദേവിയുടെ ആ സംശയം വല്ല അസുരന്മാരൊക്കെ വന്നതാണോ എന്ന് ചിന്തിച്ച്, അസുരന്മാർക്ക് സാധാരണഗതിയിൽ രൂപം മാറാനുള്ള ശക്തിയുണ്ട്. അപ്പൊ അങ്ങനെ വല്ലതും ആണോ ആ സന്ദേഹത്തിനൊന്നും എല്ലാം അറുതി വരുത്തി ഹനുമാൻ ദേവൻ സീതാദേവിക്ക് അടയാളവാക്യം കൊടുത്തിട്ട് ഞാൻ ശ്രീരാമന്റെ ദൂതനാണ്, ശ്രീരാമഭക്തനാണെന്ന് പറയുന്നു. സീതാദേവി വീണ്ടും ഹനുമാനിൽ വെറും ഒരു കൊരങ്ങനല്ലേ. അപ്പം അങ്ങനെ ആ ഹനുമാൻജിയിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഹനുമാൻജി വാമനാവതാരം പോലെ ഹനുമാൻ വളരെ വലുതായി. അങ്ങനെ സീതാദേവിയുടെ സംശയങ്ങളെല്ലാം മാറി. സീതാദേവിക്ക് വാക്കു കൊടുക്കുന്നു, ദേവി ഇവിടുന്ന് രക്ഷപ്പെടുത്തും, ഞാൻ ശ്രീരാമചന്ദ്രനെ പോയി കണ്ട് ദേവിയെ കണ്ട കാര്യം പറയും എന്ന് പറയുകയും സീതാദേവി തിരിച്ച് ലക്ഷണങ്ങളെല്ലാം അടയാളവാക്യം തിരിച്ചു കൊടുക്കുകയും ചെയ്ത ഭാഗങ്ങളാണ് നമ്മൾ കടന്നുപോയത്. ഇനി നമ്മൾ 24-ാമത്തെ ദിവസത്തെ കടക്കുമ്പോൾ സംഗതിയെല്ലാം കഴിഞ്ഞു, ദൗത്യമെല്ലാം കഴിഞ്ഞു, സീതാദേവിയെ കണ്ടു. അപ്പോഴാണ് ഹനുമാൻ ദേവന്, ഇത്രയും ദിവസം ഹനുമാൻ ദേവൻ കഴിച്ചിട്ടില്ല, ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, സീതാദേവിയെ കാണുന്നത് വരെ അതിനൊന്നും ഒരു സമയമില്ല. എന്റെ ദൗത്യം സീതാദേവിയെ കാണുക എന്നുള്ളതാണ്. അങ്ങനെ ജലപാനം പോലും ഇല്ലാതെയാണ് ഹനുമാൻജി സീതാദേവിയെ കാണാൻ. ആ ഒരു ഡെഡിക്കേഷനാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. ഇതെല്ലാം നല്ല നല്ല ഫിലോസഫികളാണ്. എന്താണ് നമ്മൾ ചില പഠിക്കുന്ന കുട്ടികളെടുത്ത് വരത്തില്ലേ, പഠിച്ചു കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മറ്റ് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ആത്മീയമായിട്ടുള്ള തിരിച്ചറിവുകളാണ്. നമ്മൾ ഏതിലൊന്നാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ മറ്റൊന്നും ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ പാടില്ല. അപ്പം ഇവിടെ ഹനുമാന് വിശക്കുന്നുണ്ട്, ജലപാനം കഴിച്ചിട്ടില്ല, ലങ്കയിലേക്ക് കടന്നതിന് ശേഷം യാതൊന്നും ഭക്ഷിച്ചിട്ടില്ല. പിന്നെ ഇത്ര നേരം വിശക്കാതിരുന്ന എന്താണ് ചിന്തിക്കുന്നത്. സീതയെ കാണാനുള്ള തിരക്കിൽ വിശപ്പും ദാഹവും മറന്നു. അത് സഫലമായപ്പോഴാണ് മറ്റു കാര്യങ്ങൾ ഓർത്തത്. അശോകവനത്തിലെ ഫലങ്ങൾ പറിച്ചു നിന്ന് തൽക്കാലം വിശപ്പടക്കി. യോഗിവര്യന്മാരെ നമ്മൾ കാണാറുണ്ട്. യോഗിവര്യന്മാർ ഒരു ദിവസങ്ങളോളം ഒന്നും കഴിക്കില്ല. നമ്മൾ വിചാരിക്കും വലിയ ഇതൊന്നും അസംഭവ്യമാണ്, ഇതൊക്കെ വെറുതെയാണെന്ന് പറയും. അസംഭവമായത് രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കുമുള്ള പരിശീലനം എന്ന് പറയുമ്പോൾ ആ കോൺസെൻട്രേഷൻ ആണ്, മെന്റൽ ഫോക്കസ്. ആ ഫോക്കസ് ഭഗവാൻ അടുത്ത് വരുമ്പം ആഹാരത്തെ പറ്റി ഒരു ചിന്ത വരത്തില്ല. ഈ ആഹാരത്തെ പറ്റി ചിന്ത വരുമ്പോഴാണ് അതിന് കണക്റ്റഡ് ആയിട്ട് ഉദരത്തിൽ ചില കെമിസ്ട്രി നടക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വിശപ്പുണ്ടാകുന്നത്, അല്ലെങ്കിൽ വിശപ്പിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ എന്താ പറയുക, പ്രജ്ഞ നഷ്ടപ്പെടും. നമ്മൾ ഏതിലാണോ നമ്മൾ മുഴുകിയിരിക്കുന്നത്, ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്, ആ ഒരു പ്രജ്ഞ നഷ്ടപ്പെടും. യോഗികളെ സംബന്ധിച്ചിടത്തോളം ഭഗവാനിൽ മാത്രമായതുകൊണ്ട് അവർ ശ്വസിക്കുന്നത് പോലും അവർക്ക് അറിയത്തില്ല. അവർ അറിയാതെയാണ് ശ്വാസം വിടുന്നത്. ഇവിടെ തൽക്കാലം അശോകവനത്തിലെ കായികനികളൊക്കെ പരിച്ചു തിന്ന് വിശപ്പടക്കുന്നുണ്ട്. മീരാജി, ഹരേ കൃഷ്ണ. അപ്പൊ സീതയെ കാണാനാണ് കടച്ചാടി വന്നത്. കണ്ടു, സീതയോട് സംസാരിച്ചു. ഉത്തമനായ ദൂതനാകാൻ മറ്റൊരു കാര്യം കൂടി ഹനുമാൻ പ്രവർത്തിക്കണമെന്നുണ്ട്. എന്താണ്? ലങ്കയുടെ അധിപനാണ് രാവണൻ. രാവണനെ കാണാതെ മടങ്ങിച്ചെല്ലുന്നത് ഒരു കുറച്ചിലല്ലേ, ഒരു അഭംഗനീയമല്ലേ, അമംഗളമല്ലേ? ഏതായാലും സീതയെ കണ്ടു, ഇനി അവിടുത്തെ അധിപനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കാണുക തന്നെ വിളിച്ചു സംസാരിക്കാനുള്ള ഔചിത്യമൊന്നും രാവണൻ കാണില്ല. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോയി അറിയിക്കുക. അശോകവനത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചു. പൂന്തോട്ടവും വള്ളിപ്പടർപ്പുകളും എല്ലാം തകർത്തു. വാനരന്മാരുടെ ശരിക്കുമുള്ള ഒരു സ്റ്റാൻഡേർഡ് കൾച്ചറിലോട്ട് അങ്ങ് വന്നു വാനരന്റെ.
വൃക്ഷങ്ങൾ കടപുഴകി വീണു. സീതയിരിക്കുന്ന സ്ഥലം മാത്രം തൊട്ടില്ല, ആ മരം തകർത്തതുമില്ല. മണിമാളികകൾ ഇടിച്ചു നിരത്തി. രാക്ഷസിമാർ ഭയന്ന് ഓട്ടം തുടങ്ങി. ഈ ജന്തു ഏതാണ്? സീതയോട് അന്വേഷിച്ചു. സീത ഒഴിഞ്ഞു മാറി. സീത ഒന്നും പറഞ്ഞില്ല. ഹനുമാൻ തകർക്കുകയാണ്. കോട്ടകാവൽക്കാർ മരിച്ചു വീഴുന്നു. രാവണൻ വാർത്തയറിഞ്ഞ് കോപിച്ച് വാനരനെ കൊല്ലാൻ കിങ്കരന്മാരെ അയച്ചു. വെറും ഒരു കൊരങ്ങനാണ് എന്ന് രാവണൻ ചിന്തിച്ചു. അവർ ഹനുമാനോട് നേരിട്ടു. ഹനുമാൻ കയ്യിൽ കിട്ടിയ ഇരുമ്പ് തൂണുകൊണ്ട് അവരുടെ തലക്കടിച്ചു കൊന്നു. സിംഹനാദം മുഴക്കി വാലിളക്കിക്കൊണ്ട് പർവ്വതാകാരനായ താൻ തകർത്ത യജ്ഞമന്ദിരത്തിന്റെ മുമ്പിൽ സകലരെയും വെല്ലുവിളിച്ചുകൊണ്ട് നിന്നു. വാമന അവതാരം പോലെ ഏറ്റവും വലിയ ഭീമാകാരമാണ് രൂപം വരുന്നത്. കിങ്കരന്മാരുടെ മരണവാർത്തയറിഞ്ഞ് രാവണൻ സേനാനികളെയും മന്ത്രിമാരെയും അയച്ചു. അവരുമായി ഇരുമ്പ് ദണ്ഡിന് ഇരയായി. നാണക്കേട് തന്നെ. ഒരു കുരങ്ങനോട് നേരിടാൻ ഇത്ര ബുദ്ധിമുട്ടോ? രാവണന്റെ ഇളയ മകൻ മുന്നോട്ട് വന്നു. അക്ഷയകുമാരൻ. നോട്ട് ചെയ്യണം, അക്ഷയകുമാരൻ മിടുക്കനും വില്ലാളിയുമാണ്. അക്ഷയകുമാരനെ കൊല്ലാനും ഹനുമാൻ വിഷമമുണ്ടായില്ല. അപ്പൊ രാവണന്റെ ആ മകനെയും കൊന്നു. ആകാശത്തേക്ക് കുതിച്ചു പൊങ്ങി അക്ഷയകുമാരനെ അടിച്ചു കൊന്നു. അനുജനെ കൊന്നവനോട് പകരം ചോദിക്കാൻ പിന്നെ യുദ്ധത്തിന് പോയത് ഇന്ദ്രജിത്താണ്, രാവണന്റെ അടുത്ത മകൻ, രാവണന്റെ മൂത്ത മകൻ. ഇന്ദ്രജിത്ത് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. ഈ വാനരൻ നിസാരനല്ല, വെറും ഒരു കുരങ്ങനല്ല എന്ന് ഇന്ദ്രജിത്തിന് മനസ്സിലായി. അലറിക്കൊണ്ട് ഇന്ദ്രജിത്ത് ഹനുമാനെ നേരിട്ടു. ശത്രു സാമാന്യനല്ല. ഇരുമ്പുലൊക്കെ ഉയർത്തിപ്പിടിച്ച് ഹനുമാൻ ഗരുഡനെ പോലെ ആകാശത്തേക്ക് കുതിച്ചു. പിന്നെ രണ്ടുപേരും അവിടെയായി യുദ്ധം. ഇന്ദ്രജിത്തിന്റെ മൂർച്ചയേറിയ ബാണങ്ങൾക്ക് ഹനുമാനെ കാര്യമായി ഒന്നും ചെയ്യാനായില്ല. ഹനുമാൻ ഇന്ദ്രജിത്തിന്റെ സാരഥിയെ അടിച്ചു കൊന്നു. തേര് തകർത്തു. ഹനുമാൻ അസാമാന്യം തന്നെ. ഇന്ദ്രജിത്ത് പുതിയ രഥത്തിൽ വന്നു. ഗത്യന്തരമില്ലാതെ ഒടുവിൽ ബ്രഹ്മാസ്ത്രം അയച്ചു. വാനരനായകൻ ബന്ധിക്കപ്പെട്ടു. ഹനുമാനെ വധിക്കാൻ കഴിയില്ലെന്ന് ഇന്ദ്രജിത്തിന് മനസ്സിലായി. ദേവേന്ദ്രനെ പോലും ജയിച്ചവനാണ് ഇന്ദ്രജിത്ത്. ദേവേന്ദ്രനെ ജയിച്ചവനാണെന്ന് ആ പേര് തന്നെ അർത്ഥമാക്കുന്നത്. രാവണ സദസ്സിലേക്ക് ബന്ധനസ്ഥനായ ഹനുമാൻ കൊണ്ടുവരക്കപ്പെട്ടു. അങ്ങനെ ഇന്ദ്രജിത്ത് ഹനുമാൻ ദേവനെ പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുവന്നു. ഹനുമാൻ ബോധം കെട്ടവനെ പോലെ കിടന്നു. മനസ്സിൽ രാമനാമം ചൊല്ലി ശ്രീരാമനെ ധ്യാനിച്ചു. ഹനുമാൻ സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടിയവനാണ്. എന്നിട്ടാണോ ഈ ബന്ധനം? രാവണന്റെ ആജ്ഞ അനുസരിച്ച് പ്രഹസ്തൻ ഹനുമാനെ ചോദ്യം ചെയ്യാനെത്തി. എന്തിനു വന്നു? അയച്ചത് ആരാണ്? സത്യം പറയണം, എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. ഭയപ്പെടേണ്ട, പറഞ്ഞോളൂ. പ്രഹസ്തന് വില കൽപ്പിക്കാതെ ഹനുമാൻ മുഖ്യശത്രുവായ രാവണനെ തന്നെ സൂക്ഷിച്ചു നോക്കി. രാമനെ മനസ്സിൽ നിരൂപിച്ച് ഹനുമാൻ മറുപടി പറഞ്ഞു. സീതയെ കാണാൻ, വിവരങ്ങൾ അറിയാൻ, 3 ലോകവും ആരാധിക്കുന്ന രാമന്റെ ദൂതനാണ് ഞാൻ. ആ പുണ്യപുരുഷന്റെ ഭാര്യയെ ഒരു രാക്ഷസൻ കട്ടുകൊണ്ടുവന്നു. സർവനാശത്തിനു വേണ്ടി അവൻ ആ ദുർബുദ്ധി തോന്നിപ്പോയി. ശ്രീരാമൻ മതംഗഗിരിയിലുണ്ട്. സുഗ്രീവനോട് സഖ്യം ചെയ്ത് ബാലിയെ വധിച്ചു. കോടിക്കണക്കിനുള്ള വാനരപ്പടയെ ബലത്തോടെ രാജാതിരാജൻ സുഗ്രീവൻ യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നുണ്ട്, കരുതിയിരുന്നോളൂ. രാമലക്ഷ്മണന്മാരുടെ സഹായവും സുഗ്രീവനുണ്ട്. സീതയെ തേടാൻ സുഗ്രീവൻ അയച്ച വാനരാണ് താൻ എന്ന് ഹനുമാൻ പറയുന്നു. അല്പം വാനരചേഷ്ടകൾ കാട്ടി കൊല്ലാൻ കൊന്നവരെ കൊന്നു. രാവണപുത്രൻ ബ്രഹ്മപാശത്താൽ കെട്ടിയിട്ടിരിക്കുന്നു. ബ്രഹ്മാസ്ത്രത്തെ മാനിക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് അത് തന്നെ ഉപദ്രവിക്കില്ല. ബ്രഹ്മാവിന്റെ വരപ്രഭാവം തനിക്കുണ്ട്. രാവണനോട് നേരിട്ട് സംസാരിക്കാൻ അവസരം നോക്കി ബോധമില്ലാത്തവനെ പോലെ കുറച്ചു നേരം കിടന്നതാണ് എന്ന് ഹനുമാൻ ദേവൻ രാവണനോട് പറഞ്ഞു. ഹനുമാൻ രാവണനെ ഉപദേശിച്ചു. നന്മയെ തിരിച്ചറിയാൻ കഴിയാത്തവന് നന്മ ചൊല്ലി തന്നിട്ട് ഫലമില്ലെന്നറിയാം. എങ്കിലും കേൾക്കണം. സത്യവും മിഥ്യയും തിരിച്ചറിയണം. അതാണ് വിവേകം. വിവേകമുണ്ടെങ്കിലേ ദേവമാർഗവും അസുരമാർഗവും മനസ്സിലാക്കാൻ സാധിക്കൂ. അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്. ഓരോ വഴികൾ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഉപദേശം തുടങ്ങിയപ്പോഴേക്കും അത് നിർത്താൻ ആവശ്യപ്പെട്ടു രാവണൻ. സാധാരണഗതി എങ്ങനെയാണ് നമ്മൾ ആൾക്കാർ? നല്ലത് ഉപദേശിക്കാൻ പോയി എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം എനിക്കറിയാം, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്ന് പറയും. ഇത് നമ്മുടെ സാധാരണഗതിയാണ്. അപ്പം ചിന്തിച്ചോണം അവൻ രാവണനാണ് എന്നുള്ളത്. അവൻ അപ്പം രാവണനാണെന്ന് ചിന്തിച്ചോണം. കാര്യം നമ്മൾ നല്ലത് ഉപദേശിക്കാൻ ചെല്ലുമ്പം ഇയാളിപ്പോൾ എന്നോടൊന്നും പറയണ്ട, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ചിന്തിച്ചോണം അത് രാവണന്റെ ക്യാരക്ടറാണ്, രാവണനാണ്. അപ്പം ഇവിടെ അത് തന്നെയാണ്. രാവണൻ അക്ഷമനായി കോപത്തോടെ ഹനുമാനെ നോക്കി. സീതയെ രാമന് സമർപ്പിക്കണം, മാപ്പ് പറയണം, ആ കാൽക്കൽ വീഴണം. ശ്രീരാമനാമം ജപിച്ചാൽ വിഷ്ണു ലോകം പ്രാപിക്കാം, മോക്ഷവും കിട്ടും. ഹനുമാൻ രാവണന് മുന്നറിയിപ്പ് നൽകി. നിനക്ക് ശരണാഗതി അടഞ്ഞു കഴിഞ്ഞാൽ നിന്റെ എല്ലാ തെറ്റുകളും ശ്രീരാമചന്ദ്രൻ ക്ഷമിക്കും, നിനക്ക് മോക്ഷവും തരും.
വാനരന്റെ ഉപദേശം കേൾക്കാൻ തക്കവണ്ണം രാവണൻ തരം താണില്ല. താൻ 3 ലോകത്തിന്റെയും അധിപനാണ്. ഒരു രാമനും സുഗ്രീവനും സഹായത്തിനുണ്ടെന്ന് കരുതി നീ നഗളിക്കേണ്ട. വകവരുത്താൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പിടിച്ചുകെട്ടി കൊണ്ടുവന്നത്. ദേവന്മാരെ കിടുകിട വിറപ്പിച്ചവനാണ് രാവണൻ. വാനരപ്പട തകർക്കാൻ ഒരു നിമിഷം മതി. വേണ്ടി വന്നാൽ എല്ലാവരെയും വകവരുത്തും. രാവണന്റെ വാക്ക് കേട്ടിട്ട് ഹനുമാന് സഹിച്ചില്ല. താൻ രാമഭക്തനാണ്. കോടി രാവണന്മാർ പോലും തനിക്ക് സമന്മാരല്ല. ബുദ്ധിയില്ലാതെ പുലമ്പരുത് എന്ന് ഹനുമാൻ തിരിച്ചു പറഞ്ഞു. ഇപ്പൊ രാവണൻ പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഹനുമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രൊവോക്കിംഗ്. രാവണൻ കോപം കൊണ്ട് അലറി. ഇവനെ പിടിച്ച് കഷ്ണം കഷ്ണമാക്കി വിട്ടു നിൽക്കാൻ ആരുമില്ലേ? ഉടനെ ഭടന്മാരെത്തി. ഹനുമാനെ പിടിച്ച് കണ്ടുനിന്ന വിഭീഷണൻ അവരുടെ അടുത്തെത്തി. രാവണന്റെ സഹോദരനാണ് വിഭീഷണൻ. ഹനുമാനെ കൊല്ലാനാണ് പിടിക്കുന്നത്. അപ്പോൾ വിഭീഷണൻ രംഗത്ത് വന്ന് പറഞ്ഞു, അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ദൂതനെ വധിക്കാൻ പാടില്ല, അത് ധർമ്മമാണ്. ദൂതനായിട്ട് വന്നതാണ്, യുദ്ധം ചെയ്യാൻ വന്നതല്ല. ആ ദൂതനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് തിരിച്ചു പറഞ്ഞു വിടണം. അപ്പം ദൂതനെ വധിക്കുക എന്ന് പറഞ്ഞാൽ അത് അധർമ്മമാണ്, വിധിയില്ലാത്തതാണ്. രാമൻ അയച്ച ദൂതനാണ്. രാമനെ വധിക്കാം, പക്ഷേ ആ വാർത്ത രാമനെ അറിയിക്കണമെങ്കിൽ ദൂതൻ വേണം. അതുകൊണ്ട് ശിക്ഷ നൽകി അപമാനിച്ചു വിടാം. ദൂതൻ അതുകൂടി അവിടെ ചെന്ന് അറിയിക്കട്ടെ. വിഭീഷണൻ ചെറുതായിട്ടൊന്ന് സാമ്യപ്പെടുത്തിയാണ്. കാര്യം രാവണൻ പറഞ്ഞൊന്നും കേൾക്കത്തില്ല. അവൻ ബുദ്ധിപൂർവം പറഞ്ഞു കൊടുത്ത് ഇത്രയെങ്കിലും ചെയ്താൽ മതി എന്ന് പറയുകയാണ്. വിഭീഷണന്റെ അഭിപ്രായം ശരിയാണെന്ന് രാവണന് തോന്നി. അതിൽ ന്യായവും യുക്തിയുമുണ്ട്. വാനരന്മാർക്ക് ബലം വാലിലാണ്. വാല് തുണി കൊണ്ട് ചുറ്റിക്കെട്ടണം, എന്നിട്ട് എണ്ണയൊഴിച്ച് കത്തിക്കണം, എന്നിട്ട് പട്ടണം ചുറ്റിച്ച് വിടണം. ഇതാകട്ടെ വളരെ വലിയൊരു ക്രൂര വിനോദമാണ് രാവണൻ തീരുമാനിച്ചത്. പച്ചയായ വാലില് പന്തം കൊളുത്തി വിടുക എന്നുള്ളത് സകല വാനരന്മാർക്കും ഒരു പാഠമാകട്ടെ ഇവന്റെ കഥ എന്ന് രാവണൻ തീരുമാനിച്ച് പറയുകയാണ്. എല്ലാവരോടും പറഞ്ഞു നടക്കട്ടെ, ലങ്കാധിപതിയായ രാവണന്റെ കോട്ടയിലെത്തിയിട്ട് ഇതാണ് ഫലം എന്ന് മറ്റുള്ളവർക്കൊരു പാഠമാകട്ടെ എന്ന് രാവണൻ പറയുന്നതോടുകൂടി 24ാമത്തെ ദിവസം രാമായണ പാരായണം അവസാനിക്കുകയാണ്. അപ്പം ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. രാമായണത്തിന്റെ സുന്ദരകാന്ഡത്തിലെ ലങ്കാമർദ്ദനം. ചെറുതകലയൊരു വിടവി ശിഖരമവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൽ മനസീജിതശ്രമം. സുമാരി. ഹരേ കൃഷ്ണ. ലങ്കാമർദ്ദനം. ചെറുതകല ഒരു വിടവിശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൽ മനസീജിതശ്രമം. പരപുരിയിൽ ഒരു നൃപതി പാഠവുമുള്ളൊരു ദൂതൻ നിയോഗിച്ചാൽ സ്വയം അതിനൊരു അഴി നിലവിച്ചു സാധിച്ചാൽ സ്വസ്വാമി കാര്യത്തിനന്തരമിന്നിയെ നിജഹൃദയ ചതുരതയുടെ ബലം കാര്യവും നീതിയോടെ ചെയ്തു പോമവൻ ഉത്തമൻ. അതിനു മുഹുരകമഖില നിശ്ചര കുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയും തുടരുമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവും അതിവിമല ശിക്ഷിപ്പ വൃക്ഷം മുഴിഞ്ഞുള്ളതൊക്കെ തകർത്തവനും കുസുമതലവന സഹിതം തരു കൂട്ടങ്ങൾ പൊട്ടിയലറി വീടും വിധവും ജനനിവക ഭയജനനാദവേദങ്ങളും ജംഗമാജാതികൾ ആയ പത്മത്രികൾ അതിഭയമുണ്ടഖില ദിവി ഖലു പറന്നുടൻ ആകാശമൊക്കെ പറന്നൊരു ശബ്ദവും രജനി ചരപുരി കരുതി തിരുമേൽ കുറിച്ചതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ. ഭയമുടതു പൊഴുതു ദിശി ചരികളും ഉണർന്നിതു പാർത്ത നേരം കവി വീരനായി. ഇവനമിത ബലസഹിത നിധിനിധനം ഒച്ചയും എന്തൊരു ജന്തു ഇതെന്തിനു വന്നതു സുമുഖിതവനിട ഭൂമി നിന്നു വിശേഷങ്ങൾ
സുന്ദര കാത്രി ചൊല്ലിലയോ ചൊല്ലടോ, മനസ്സി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിനു കാരണം എന്തു ചൊൽ നീ അറിഞ്ഞില്ലയോ ചൊല്ലിവനാരെടോ. രജനി ചരകുല ചരിത രജനി ചരകുല രചിതമായകളൊക്കവേ രാത്രിഞ്ചരന്മാർ കുളിഞ്ഞറിയാവതോ ഭയമിവന് നിത്യഭൂമി കണ്ടു മനസേ പാരം വളർന്നു ഇതുവെന്താവുനീശ്വര അവനി മകൾ അവരോടു ചൊന്ന നേരത്തവൻ ആശുലങ്കേശ്വരനോടു ചൊല്ലിടിനാർ ഒരു വിപിന ചരൻ അമിത ബലൻ അജല സന്നിഭൻ ഉദ്യാനമൊക്കെ കുടിച്ചു കളഞ്ഞിതു കൊരുവതിനു കരുതിയവൻ അപകട ഭയാകുലം പൊട്ടിച്ചിതു ചൈക പ്രസാദം ഒക്കവേ മുസലധരൻ അനിശമതു കാക്കുന്നവരെയും മുൽപൊട്ടു തച്ചു കൊന്നിടിനേന ശ്രമം ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലവോ പോയിലവൻ അവിടന്നിനെയും പ്രഭോ ദശവദന നിധി രജനി ചരികൾ വചനം കേട്ട് ദന്തശു കോപമാക്രോധാവിവശരായി ഇവനിവിടെ നിശിതമസി ഭയമൊഴിയെ വന്നവൻ ഏതും എളിയവൻ അല്ലെന്നു നിർണയം നിശിത ശരകുലിശ കുശലാദ്യങ്ങൾ കൈകൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ നിശിചര കുലാധിപാജ്ഞാകരന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി ശിഖിരകുലമ്പു അവന് മുഴുവനിര പട്നം സിംഹനാദം ചെയ്തൊരു കേട്ടു രാക്ഷസർ സഭയതര ഹൃദയമത മോഹിച്ചു വീണിതു സംഭ്രമത്തോടത് കടുത്തിടിനാർ പിന്നെയും ശിതവിശിഖമുഖനികല ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപിരിവിരവിനോട് ഉയർന്നു ചിതശ്രമം മുൽകരം കൊണ്ടു താടിച്ചൊടുക്കിടിനാൻ നിയുത നിശിചര നിധന മനദ ശാന്തനെ നിർഭയം നക്തേന്ദ്രനും അഖില ബലപതിവരരിലെ കൈവരെ ചെന്നുകെന്ന അത്യന്തം ദോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനോട് എതിർത്ത് പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചതു തദനു ദശവദനുദിത കൃത്വാ ചൊല്ലിനാൻ തൽബലം അത്ഭുതം മൽഭയാൽ ഭൂകിതം പരിഭവമോട് അമിത ബല സഹിതം ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ ഇവനെ മമ നിഗുഡ ഭൂമി തടിതി സഹജീവനോട് ഇവനെ മമ നിഗുഡ ഭൂമി തടിതി സഹജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടൊന്നു വെച്ചിടുവാൻ മഹിതമതി ബല സഹിതമെന്നവരുപിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ദൃശം ദശവദന വചനിശമന ബല സമന്വിതം ദണ്ഡമുസലകേഷു സവാദികൾ കഠിനതരം അലറി നിജ കരമെതിൽ എടുത്തുടൻ കർപ്പൂരേന്ദ്രന്മാർ അടുത്താർ കവീന്ദ്രനും ഭുവനതല മുലയെ മുകുലറിമരുവും വിധവും ഭൂമി ശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം അനിലജനു അവരെ വിരവോടു കൊന്നിടിനാൻ ആശുലോകസ്തംഭടാടനത്താലഹോ നിജ സജീവതനയർ എഴുവരും അമിത സൈന്യവും നിർജ്ജരെ ലോകം ഗമിച്ചതു കേൾക്കയായി മനസ്സി ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ ഇനി ഒരുവനിവനോട് ജയിപ്പതിനില്ലേ മറ്റെങ്ങനെ കണ്ടീല മറ്റു താൻ ആരെയും
ഇവരൊരുവർ എതിരുള്ളിൽ അസുരസുരജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയെ. അവർ പലരും ഒരു കവിയോടെ മരിച്ചതെന്നയ്യോ സുഹൃതം നശിച്ചതു മാമകം. ഫലവും ഇതിൽ കരുതിയൊരു പരവശത കൈകൊണ്ടു പാരം തളർന്നൊരു താതനൂടാതരാൽ വിരയമൊടു തൊഴുത് ഇളയ മകനൂര ചെയ്തിതു. വീരവും സാമ്യത യോഗ്യമല്ലേതുമേ അലമലമിത് അറിവിൽ അനുചിതമഖിലം. ആത്മഖേദം ധൈര്യശാന്ത്യ തേജോകരം അരിവരനെ നിമിഷമിക കൊണ്ടു വരൂവനെ നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കവിവരനും അതുകൊണ്ടു തോരണം പേറിനാൻ. കാണായി ദക്ഷകുമാരനെ സന്നിധവും ശരനികരം ശകലിത ശരീരനായി വന്നിത്. ശാഖാമൃഗാധിപൻ താൻ അതു നേരം മുനിവനോട് ഗഗനപുരി നിന്നുതാണാശുതൻ മൂർധനി മുൾകരം കൊണ്ടുവരക്കിടിനാൻ. ശമനെ പുരവിരുവനോട് ചെന്നു കീടിനാൻ. ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ വിഭുത കുലരി പുരുഷികരാധിപൻ രാവണൻ വൃത്താന്തമാകണ്ട കേട്ടു ദുഃഖാർത്തനായി. അമരപരിചിതം അമിത ബല സഹിതമാത്മജം ആത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാൻ. പ്രിയ തനയ സുണു ഭജനമിക തവ സഹോദരൻ പ്രേതാധിപാലയം പുക്കതു കേട്ടിലോ. മമ സുതനരന ശിരസി കൊന്ന കവീന്ദ്രനെ മാർക്കാണ്ഡ ജാലയ ചിന്മയച്ചിടുവാൻ ത്വരിതമകം അഖില ബലം മൂടുപോയിടുവാൻ. തൊൽക്കനിഷ്ഠോദകം പിന്നെ നൽകിടുവൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ മീരാജി. ഹരേ കൃഷ്ണ. ഇതി ജനകവചനമലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ. ത്യജ മനസി ജനകതവ ശോകം മഹാമതേ തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതനവനിതഞ്ഞില്ല സംശയം മറ്റൊരുവൻ ബലാലത്ര വന്നിടുമോ. ഭയമിവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമെയ്തു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതലമഖിലമരവിന്ദോദ്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ വലമഥനമഭിയുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതുമത്ഭുതം. അതു കരുതുമളവിലഹ നാണമാമത്രയും ഹന്തും അശക്യോപി ജ്ഞാനാവിളംബിതം. കൃതിഭിരഭി നികൃതിഭിരഭി ചത്മനാഭിവ കൃച്ഛരേണ ഞാൻ ത്വത്സമീപേ വരുത്തുവൻ. സപതി വിപതുപഗതമിക പ്രമദാകൃതം സമ്പദ്വിനാശകരം പരം നിർണയം. സത്സുഖം ഇഹ നിവസമയി ജീവതിത്വം വൃഥാ സന്താപമുണ്ടാകരുതു കരുതുമാം. ഇതി ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശിഖധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ചേതുമാശു ചെന്നിടിനാൻ. ഗരുഡനിഭനത ഗഗനമുൽപ്പതിച്ചിടിനാൻ. ഗർജന പൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം. ബാഹുബല വീര്യവേഗങ്ങൾ കാൺകയാൽ പവനസുതശിരസി ശരമഞ്ചു കൊണ്ടെയ്തിതു പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. അധ സപതി ഹൃദി വിശിഖമൊട്ടുകൊണ്ടെയ്തു മറ്റാറു ബാണങ്ങൾ പദങ്ങളിലും തഥാ. ശിഖവിശിഖമധികതരമൊന്നുവാൽ മേലെയ്തു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തദനു കപികുല തിലകൻ അമ്പുകൊണ്ടാർത്ഥനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. തുരകയുധരവധവും അധ ജഡിതി പൊടിയാക്കിനാൻ.
ദൂരത്തു ചാടിനാൻ മേഘനീനാഥനും അപരമൊരു രഥമധിക വിദതമുടനേറി വന്നസ്ത്രശസ്ത്രൗക വരിഷം തുടങ്ങിനാൻ. രുഷിതമതി ദശവദന തനയ ശരപാദേന രോമങ്ങൾ നന്നാലു കീറി കബീന്ദ്രനും. അതിനുമൊരു കെടിതിയവനില്ലെന്നു കാൺകയാൽ അംഭോജ സംഭവ ബാണമെയ്തിടിനാൻ. അനിലജനും അതിനെ ബഹുമതിയോടുടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. ദശവദന സുതന നില തനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദള നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മ കൃത ബന്ധനം ക്ഷണാൽ. സുചിരവിരചിതമഭിവിമുച്യ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗമകതളരിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ? മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരുമതി കുതുകമൊടു നിശിചാരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം. ബലമിയലും അമരരിപു കെട്ടിക്കിടന്നെഴും ബ്രഹ്മാസ്ത്രബന്ധനം വേർപ്പെട്ടതപ്പോഴേ. വ്യഥയും അവൻ അകതളിരിലില്ല എന്നാകിലും ബന്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ. നിശിചരരെടുത്തുകൊണ്ടാർത്തു പോകും വിധൗ നിശ്ചലനായി കിടന്നാൻ ഗൗരവാൽ. അനിലജനെ നിശിചര കുലാധിപൻ മുമ്പിൽ വെച്ചാതിഥേയാധിപാരാതി ചൊല്ലിയിടിനാൻ. അമിത നിശിചരവരരെ രണശിരസി കൊന്നവനാശു വിരിഞ്ചാസ്ത്ര ബന്ധനായിടിനാൻ. ജനകതവ മനസ്സി സജീവന്മാരുമായി നീ ചെമ്മേ വിചാര്യകാര്യം നീ വിധീയതാം. പ്ലവക കുലവരൻ അറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാം ഒരന്തകൻ. നിശതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചെല്ലിടിനാൻ. ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നു എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമതു കാക്കുന്നവരെയും മൂക്കോടു മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടി വിരവിനോടു ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും. പവനസുതനോടു വിനയനയ സഹിതമാതരാൽ പ്രഭച്ച നീയാരയച്ചു വന്നു കബേ. നൃപസദസി കഥയ മമ സത്യം മഹാമതേ നിന്നെയച്ചു വിടുന്നുണ്ടു നിർണയം. ഭയമഖിലമകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കും ഈ സഭ പാർക്ക നീ. അനിർദ വചനം അലം അധർമ്മ കർമ്മങ്ങളും അത്ര ലങ്കേശരാജ്യത്തിങ്കലില്ലടോ. നിഖില നിശിചര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും മനസ്സി രഘുകുലവരനെ മുഹുരഭി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. സ്ഫുടവചനമതിവിശദമിതി ശൃണുജള പ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാനറിയുക നീ. ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ. ഭുജകുലപതിശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാധി ഭുക്തിമുക്തിപ്രദൻ. പുരമഥന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂത പഞ്ചാത്മകൻ. ഭുജകുലരി പുമണി രഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ.
നിജജനക വചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന്നു പുറപ്പെട്ടു. ജനകജയും അവരജനുമായി വരുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലേ. തവ മരണമിക വരുവതിനൊരു കാരണം താമരസോദ്ഭവ കൽപ്പിതം കേവലം. തദനു ദശരഥ തനയനും മദംഗാശ്രമേ തപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപന തനയനോടായി അനലസാക്ഷിയായി സഖ്യവും താൽപര്യമുൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജന്നു കിഷ്കിന്ധയും നൽകിനാൻ. അടിമലരിൽ അവനമനം അഴകിനോടു ചെയ്തവൻ ആധിപത്യം കൊടുത്താതി തീർത്തിയിടിനാൻ. അതിനവൻ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ അടിമലരിൽ അവനമനമഴകിനോടും ചെയ്തവൻ ആധിപത്യം കൊടുത്താതി തീർത്തേടിനാൻ. അതിനവനും അവനിതനയ അന്വേഷണത്തിനായി ആശത്തോറുമേകൈക 100,000 പ്ലവകുല പരിവൃദ്ധരെ ലഘുതരമയച്ചതി ലേഖന മഹിവനൊന്നു കണ്ടിടിനേൻ. വനജ വിടവികളെ ഉടനിഹ തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ. ഇകലിൽ നിശിചര വരയെ ഒക്കെ മുടിച്ചതു തന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയ മകതളിരില്ലാതെ ഭൂവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വദ്ഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. ദശനിയുദശത വയസ്സി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ. തവ തനയ കരകളിത വിധി വിശിഖപാശേന തത്ര ഞാൻ ബന്ധനായേനൊരു ക്ഷണം. കമലഭവമുഖ സുരവര പ്രഭാവേനമേ കായത്തിനേതുമേ പീഡയുണ്ടായി വരാ. പരിഭവമൊരു പൊഴുതു മരണവുമാകപ്പെടാ ബന്ധഭാവേന വന്നിടിനേത്രേ ഞാൻ. അതിനുമിതു പൊഴുതിലൊരു കാരണമുണ്ടു കേളദ്വിഹിതം തവ വക്ത ഉദ്യക്തനായി. അകതളിരിറവു കുറയുന്നവർക്കേറ്റവും ഉള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. അതു ജഗതി കരുതു. Continuing the discussion of Sri Vishnu Sahasranam, name 754, Manada. Going on to Sri Shankar. അതു ജഗതി കരുതു കരുണാത്മനാം എന്നാത്മോപദേശ ജ്ഞാനിനാം മോക്ഷദം. മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായിടൊല മോഹമഹാംബുധൗ. ത്യജ മനസി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതീയസ്യമാശ്രയിച്ചിടുനി. അതു ജനന മരണ ഭയനാശീനി നിർണയ മന്യമായുള്ളതു സംസാരകാരിണി. അമൃതഘന വിമല പരമാത്മബോധോചിത മത്യുത്തമന്വയോദ്ഭവ
ഭൂതനല്ലോ ഭവാൻ ഹരേ കളകത കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരേ. 24ാമത്തെ ദിവസം രാമായണം കുറച്ച് ഭാഗങ്ങളുണ്ട്, ഒരു പേജും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ചയിലോട്ട് വായിച്ചു നിർത്താം. ഇവിടെ സുശീൻ പ്രഭു നമ്മൾ വായിച്ച ഭാഗങ്ങൾ ഹനുമാൻ ദേവൻ സീതാദേവിയെ കാണുന്നു, സീതാദേവിയെ കണ്ടു, തിരിച്ചു പോകാൻ അടയാളവും കൊടുത്തു. പക്ഷേ ഹനുമാൻ ദേവൻ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പം ഇവിടുത്തെ പ്രഭുവിനെ ഒന്ന് കണ്ടിട്ട് പോകാം, രാവണനെ ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പം വിശക്കുന്നു. അപ്പം വാനരന്മാരുടെ ഭക്ഷണം പ്രകൃതി വിഭവങ്ങളാണ്, അതെല്ലാം കഴിച്ചു നശിപ്പിച്ചു. ചില കൊട്ടാരങ്ങൾ അടിച്ചു പൊളിച്ചു. ഇതൊക്കെ അറിഞ്ഞിട്ട് രാവണൻ ആളെ വിട്ടു. രാവണന്റെ മോൻ അക്ഷയകുമാരനെ വിട്ടു. അക്ഷയകുമാരനെ ഒരു മോനെ കൊന്നു. അടുത്ത ഇന്ദ്രിയത്തിനെ വിട്ടു. ഇന്ദ്രിയത്തിനെ വിട്ടിട്ട് ഇന്ദ്രിയത്ത് ഹനുമാൻ സാമാന്യനാണെന്ന് ഇന്ദ്രിയത്തിന് മനസ്സിലായി. പിന്നെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. ഹനുമാൻ അതില് ബന്ധനസ്ഥനായി. എന്നിട്ട് ഹനുമാനെയും പിടിച്ചുകൊണ്ട് രാവണന്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പം ഹനുമാൻ ഉണർന്നിട്ട് പറയും, ഞാൻ ബോധം കെട്ടതായിട്ട് അഭിനയിച്ച് കിടന്നതാണ്. കാര്യം ബ്രഹ്മാസ്ത്രം എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അതിനെ എനിക്ക് ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് മറുപടി കൊടുക്കും. അതുകൊണ്ട് ഞാൻ ബഹുമാനിച്ചതാണ്, ബ്രഹ്മാസ്ത്രത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. ഞാൻ രാവണനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഇപ്പൊ രാവണന്റെ അടുത്ത് വളരെ മനോഹരമായ ഒരു സ്തുതിയുണ്ട്, ഹനുമാന സ്തുതി. പ്രത്യേകം നോട്ട് ചെയ്യണം ആ വരികൾ. ഹനുമാന സ്തുതി, രാമായണത്തിലെ ഹനുമാൻ. ഇന്നത്തെ ഭാഗം വളരെ രസകരമാണ്. ഇന്ന് വരെ വായിച്ചതിനേക്കാൾ വളരെ രസമാണ്. പദങ്ങൾ കൊണ്ടുള്ളൊരു കളിയാണ് അല്ലേ മിരാജി? നല്ല രീതിയിൽ വായിച്ചു സോമാജി മിരാജി. ഇത്രയും ദിവസം സുന്ദരകാന്ഡത്തിൽ ഏറ്റവും മനോഹരമായ പദങ്ങൾ കൊണ്ടുള്ള കളികളാണ്. അപ്പൊ അവിടെ ഹനുമാൻ സ്തുതിക്കുന്നതാണ്. പൂജ്യനാം രാമദൂതൻ ഞാൻ അറിക നീ. ആദ്യം പരിചയപ്പെടുത്തു. പൂജ്യനാം രാമദൂതൻ ഞാൻ അറിക നീ. നീ ശ്രീരാമചന്ദ്രൻ ആരാണ്? ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജക കുല പതിശയനൻ അഖിലം അമലൻ അഖിലേശ്വരൻ പൂർവദേവരാരാധി ഭുക്തി മുക്തിപ്രദൻ. ഭുക്തി മുക്തിപ്രദൻ പുരമദന ഹൃദയമണി നീലയൻ അനിവാസിയാം ഭൂദേശ സേവിതൻ. എല്ലാ ഭൂതഗണങ്ങളാലും സേവിക്കപ്പെടുന്നവൻ. ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ. പിന്നെ വീണ്ടും പറയുന്നു, ഭുജക കുലരി ഉമണിരഥധ്വജൻ മാധവൻ. സാക്ഷാൽ കൃഷ്ണൻ മാധവൻ. ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ നിജ ജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു. അച്ഛന്റെ വാക്കുകൾ സത്യമാക്കി തീർക്കാൻ വേണ്ടി മാത്രം എൻ്റെ അഖിലേശ്വരൻ നാഥൻ കാനനത്തിലേക്ക് വന്നേയുള്ളൂ. സാക്ഷാൽ മാധവനാണ്, അഖിലാണ്ട നായകനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ ഉപദേശിക്കുവാണ്. അങ്ങ് ചെയ്തത് തോന്നിവാസമാണ്. സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ് പിടിച്ചുകൊണ്ട് വന്നത്. അതും ആരും കാണാതെ ഇരുട്ടിന്റെ മറയിൽ കള്ളൻ വന്ന് മോഷ്ടിച്ചതുപോലെയാണ് കൊണ്ടുവന്നത്. തിരിച്ച് കൊണ്ടു ചെന്നാക്കിയിട്ട് ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദേവൻ അങ്ങേക്ക് മാപ്പ് തരും, ക്ഷമിക്കും, മോക്ഷവും തരും. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അനുഭവിക്കേണ്ടി വരും എന്ന് ഹനുമാൻ പറഞ്ഞു നിർത്തുമ്പോഴാണ് ഇപ്പം രാക്ഷസന്മാർക്ക്, ഇപ്പം ആരാണോ നല്ല നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല, ഇതെല്ലാം എനിക്കറിയാം, നീ കൂടുതൽ ഉപദേശിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നവൻ അവനെ രാക്ഷസൻ എന്ന് പറയാം. രാക്ഷസൻ ഹനുമാനെ കൊല്ലാൻ തുടങ്ങുകയാണ്. അങ്ങനെ വിഭീഷണൻ ഇടപെട്ടിട്ട് ദൂതനെ മെസ്സഞ്ചറെ കൊല്ലുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ദൂതനെ മെസ്സേജ് പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പം ചെറിയൊരു ശിക്ഷ എല്ലാവരും കൊടുക്കണ്ടേ എന്ന് പറയുമ്പം രാവണൻ പറയും, ഒരങ്ങന്മാർക്ക് വാലിലാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. വാനരൻ രാവണനോടൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വമല്ല ഇതൊക്കെ നശിപ്പിച്ചത്, വാനരന്മാരുടെ സ്വജാതി ഗുണമാണ്. ആ സ്വജാതി ഗുണം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ അടിച്ചു പൊളിച്ചത്, നിങ്ങളോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ലെന്ന് ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്.
വളരെ വിനയാന്യതനായിട്ടാണ് രാവണ സഭയില് ഹനുമാൻ എത്തുന്നതും സംസാരിക്കുന്നതും ഒക്കെ. എന്നാൽ ആ വിനയാന്യതമായിട്ട് നിൽക്കുകയും അതേസമയം രാവണനെ പാഠം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം രാവണൻ ചിന്തിക്കുന്നത് ഈ കുരങ്ങന്മാർക്ക് വാലിലാണ് ദേഷ്യം, പിന്നെ അഹങ്കാരം, അതുകൊണ്ട് വാലില് തുണി ചുറ്റി എണ്ണയൊഴിച്ച് പന്തം കൊളുത്തി വിടാം, മറ്റുള്ള വാനരന്മാർക്ക് ഒരു പാഠമാവട്ടെ എന്നൊരു ക്രൂര വിനോദം ചെയ്യാൻ രാവണൻ തീരുമാനിക്കുകയാണ്. അടുത്ത ഭാഗങ്ങൾ ലങ്കാദഹനമാണ് ആ ക്രൂര വിനോദത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. വളരെ മനോഹരമായ പദങ്ങൾ കൊണ്ടുള്ള കളികളായിരുന്നു. അതുപോലെ തന്നെ ഹനുമാൻ സ്തുതി പ്രത്യേകം എഴുതി വെക്കുക, ഹനുമാൻ സ്തുതി, അതും കൂടെ നമ്മൾ വായിച്ചു. ഹരേ കൃഷ്ണ. സുശീം പ്രഭു എന്ത് പറയുന്നു? ഏകമാതാജി, സുരേഷ് പ്രഭു, ഹരേ കൃഷ്ണ. രാമായണം ശ്രീധരൻ ഉണ്ടെന്ന് പറഞ്ഞ് വലിയ സോഷ്യൽ മീഡിയ ടോക്സ് നടക്കുന്നുണ്ട്. എന്തോ രാമനാണ് ഏറ്റവും കൂടുതൽ ശ്രീധരൻ മേടിച്ചത്. ഇപ്പോഴത്തെ കറണ്ട് അഫയർ അതാണ്. അതിന്റെ കറണ്ട് അഫയർ വേറെ കാര്യമുണ്ട്. മറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം സ്വർണ്ണ യുഗമായിരുന്നു, എല്ലാവർക്കും കാശുണ്ടായിരുന്നു എന്നുള്ളത് കൂടെ ചിന്തിക്കണം. അല്ല അതല്ല, ഒരു മറുവശം നമ്മൾ പറഞ്ഞ ഇത്രയും പ്രഭാവമായ ഒരു യുഗമായിരുന്നു, വശം പറഞ്ഞതേ ഉള്ളൂ. പാവപ്പെട്ടവരാരും ഇല്ല. അത് ഗുരുദേശ അത് പിന്നെ അത് മകൾക്ക് കൊടുത്തതല്ലേ, സന്തോഷം കൊണ്ട് കൊടുക്കുന്നതാണ്. അത് നമ്മളെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. മകൾക്ക് കൊടുക്കുന്നതാണ്, അച്ഛൻ സന്തോഷത്തോട്ട് കൊടുക്കുന്നതാണ് കല്യാണം. അതിപ്പം പിന്നെ നമ്മളെ ആരാണ്, കൃഷ്ണൻ അമ്മ ഇവരെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ കംസനും ഒരുപാട് സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുത്താണല്ലോ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നത്, ദേവകി. അപ്പൊ അത് ഉണ്ട്. അപ്പൊ ഈ കാലങ്ങളായി നമ്മളെ ഈ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീധനം ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ കറണ്ട്. പക്ഷെ അവരാരും ടച്ച് ചെയ്യാത്തൊരു പോയിന്റ് ഉണ്ട്. അവരെന്തോ പറയട്ടെ, പക്ഷേ ഇതിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവരെല്ലാം ശാസ്ത്രത്തെ പിടിക്കുകയും പഴിയാരുകയും ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ അതിനകത്ത് ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരും. ഇവിടെ ആഹാര സംബന്ധമായ ചില വിഷയങ്ങൾ അവിടെ ഉണ്ട്. അവന്റെ സ്വഭാവം ആത്മീയമായിട്ടാണോ വളർന്നത്, ഇതെല്ലാം ഇവര് ബേസിക്കായിട്ട് രാമായണത്തെയും മഹാഭാരതത്തെയും കാണുമ്പം അങ്ങനെ തന്നെയാണോ നീയും ജീവിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ എൻ്റെ മക്കളെയും ജീവിപ്പിക്കുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും പഴിചാരുകയാണെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഓണർഷിപ്പ് നല്ലതിനും ചീർത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർ ഈ ഒരു വശവും കൂടി എടുക്കണം. നീ രാമായണം പഠിക്കാത്തത് കൊണ്ടാണ്, അതിന്റെ ഭൗതികമായ വശങ്ങൾ മാത്രമേ നീ ആസ്വദിച്ചുള്ളൂ. ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണ് സീതാദേവിയെ നോക്കിയെന്നോ അല്ലെങ്കിൽ ദശരഥ മഹാരാജാവ് എങ്ങനെയാണെന്ന് പറഞ്ഞു വിട്ടതെന്നോ നോക്കുന്നില്ല. രണ്ട്, അവന്റെ സ്വഭാവം, ആഹാരത്തിന്റെ സ്വഭാവമാണ്, അവന്റെ ആഹാരമാണ് അവനെ കൺട്രോൾ ചെയ്തത്. തമോ ഗുണത്തിലുള്ള മദ്യമാണ് അവനെ കൺട്രോൾ ചെയ്തത്. ഇതാണ് അതിന്റെ എഫക്റ്റ്. അത് ചിന്തിക്കുന്നില്ല. ഇവിടെ ആരാധനാലയങ്ങൾ അടച്ചു കൂട്ടുന്നു, അതേസമയം അതിന് നിബന്ധനകൾ വെക്കുന്നു. അതേസമയം ഏറ്റവും ഇവിടെ ബാറാണ്. കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് സെയിലാണ് ഉണ്ടായത്. കോടിക്കണക്കിന്, ഭയങ്കര തിരക്ക് തന്നെ കേട്ടോ. അതെ, കോടിക്കണക്കിന് പോയിട്ട് വർക്കല ടൗണിൽ ഞാൻ പേടിച്ചു പോയി. ആ രീതിയിൽ ആൾക്കൂട്ടം. ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ ബാർ അവിടെ സിറ്റിയുടെ അകത്താണെന്ന്. അപ്പൊ ചർച്ച ചെയ്യുമ്പം അവൻ ആ പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിയുടെ അച്ഛൻ വളരെ മനോഹരമായി സന്തോഷത്തോടെ എത്രയോ ലക്ഷം രൂപയും കാറും എല്ലാം കൊടുത്തു തുടങ്ങി. പക്ഷേ അവനെ നയിച്ചത് അവന്റെ കാമാസക്തി എന്തായിരുന്നു? മദ്യാസക്തിയിലൂടെ. പ്രഭു, അതല്ല പ്രശ്നം. അതിനകത്ത് എനിക്ക് മനസ്സിലാവാത്തത്, ഈ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി അവരെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല? നമ്മളെ വീട്ടിലെ ആളുകളുടെ മെന്റാലിറ്റി എന്താണ്? ഇങ്ങനെ മകള് തിരിച്ചു വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് മകൾക്ക് ഒരു നിലനിൽപ്പില്ലാതെ വരുന്നത് എന്താണ്? അതെന്ത് സിസ്റ്റമാണ്? അത് ഇവിടുത്തെ സിസ്റ്റമാണ്. ആൺകുട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അവന്റെ വീട്. മകൾക്ക് എന്താ ഒരു വീടില്ലാത്തത്? സത്യം.
വാട്ട് റബിഷ് ഇസ് ദിസ്? ഇവിടെ ഈ പണ്ട് നമ്മുടെ സംസ്കാരം അനുസരിച്ചുള്ള ഭർത്താക്കന്മാരൊന്നും അല്ല ഇവിടെ ഉള്ളത്. ആ സിസ്റ്റം അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ അലവലാദികളായിട്ടാണ് വളർത്തി വെച്ചിരിക്കുന്നത് ആമ്പിള്ളേര്. മിസ്സിംഗ് പോയിന്റ്സ് ഇതാണ്. അതായത് ആ പെൺകുട്ടി മിസ്സിംഗ് പോയിന്റ്സ് ഇതാണ്. ആ പെൺകുട്ടിക്ക് പല വേദനകളും അനുഭവിച്ചു, തിരിച്ച് വീട്ടിൽ പോകുന്നു. ആ പെൺകുട്ടിയെ ഫോട്ടോകളെല്ലാം സ്നാപ്ഷോട്ടെല്ലാം അയച്ചു കൊടുക്കുന്നു. ആ സമയത്തൊന്നും യാതൊരു തരത്തിലുമുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായില്ല. എത്രയും ക്ഷമിച്ചപ്പോഴും അച്ഛനും അമ്മയും അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവരുടെ വീട്ടിലായിരുന്നു പ്രഭു, അവരുടെ വീട്ടിലായിരുന്നു. എന്നിട്ട് കോളേജിൽ പോയിട്ട് പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. പിടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അവിടെ നടക്കുന്ന ഭീഷണികളായിരിക്കാം. അപ്പൊ ആ ഭീഷണികളുടെ പുറത്തായിരിക്കാം മെസ്സേജുകളൊക്കെ അയക്കുന്നത്. ഞാനിവിടെ നിൽക്കുകയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ആ ഒരു ഇന്നർ, അതായത് റൂമിനകത്തുള്ള റൂം കൺവെർസേഷൻ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അവിടെ തേനെ പാരയെന്ന് പറയുമ്പോൾ വീണ്ടും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇഷ്ടപ്പെട്ട സംഭവങ്ങളല്ല. ഇതെല്ലാം സംഭവങ്ങളല്ല. ആത്മീയ ബോധം ഇല്ലാതെ വരുമ്പോഴാണ്. സമൂഹത്തിൽ ആത്മീയ ബോധം വരുന്നില്ല. കുറ്റപ്പെടുത്തും അതില്ല, അത് ഒരു മെയിൻ ഇഷ്യൂ ആണ്. കുറ്റപ്പെടുത്തുമ്പോൾ ഒരു വലിയ ഇഷ്യൂ ഉണ്ടല്ലോ, അതാണ് മെയിൻ ഇഷ്യൂ. അതായത് മദ്യവും മാംസവും എവിടെയുണ്ടോ അവിടെ രാവണൻ വാഴും. രാവണ പ്രഭുക്കന്മാർ വാണിരിക്കും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ഒരു അപചയം ഉണ്ടായിരിക്കും. ഇത് കൃത്യമാണ്, കൃത്യമാണ്. മദ്യം 3 കാര്യങ്ങൾ പണ്ടേ അതുകൊണ്ടാണ് കലിയുഗത്തിൽ കലിക്ക് എവിടെ ഇരിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. മദ്യം, മാംസം, മദിരാക്ഷി. ഈ 3 കാര്യങ്ങളിൽ കലി ഇരിക്കാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കലി അവന്റെ പ്രഭാവം എടുത്തിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ. അതിന് രാമായണത്തെയോ മഹാഭാരതത്തെയോ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കലി സത്വത്തെ അത് വേറൊരു കാര്യം. അതല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ ആളുകളുടെ ഇടയിൽ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സത്യം. അതെ, പെൺകുട്ടികളെ വേറൊരു വീട്ടിൽ പോയി പൊറുക്കാൻ വേണ്ടി പഠിപ്പിച്ച് വളർത്തുന്നതിന്റെ ഒരു സാങ്കത്യവും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മോൾ എന്തായാലും പോയി എവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി സെഡ് I don't want to go anywhere and don't bring it all this nonsense to me. അതെനിക്ക് ഓക്കെയാണ്. സെക്കൻഡ് പോയിന്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് നോട്ട് ദ പോയിന്റ്. ഡോണ്ട് ബ്രിങ് ദിസ് നോൺസെൻസ് പീപ്പിൾ. എന്താ പറഞ്ഞത്? അത് നമ്മളെ കുട്ടികളെ അതല്ല, ഇത്രയും പീഡനത്തെ സഹിക്കുമ്പോഴേ അമ്മ അച്ഛനും അത് എന്താണെന്നും അത് മനസ്സിലാവണ്ടേ? സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ട, കുട്ടിയെ എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയച്ഛനും എന്താ അറിയുന്നില്ല, അമ്മയച്ഛന് അറിയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ കുട്ടി അവിടെ അത് സഹിച്ച് ജീവിച്ചോളണം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. ഒരുപാട് ഓർണമെന്റ്സ് ഉണ്ട് ഫോട്ടോയില് കാണുമ്പോ, ഇഷ്ടം പോലെ ഓർണമെന്റ്സ് കൊടുത്തിട്ട് കാണാൻ നല്ലൊരു കുട്ടി, നല്ലൊരു പെൺകുട്ടി. അപ്പം അതും നല്ല കുട്ടി, പിന്നെ നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ലോണം പഠിക്കുന്നു, വന്ന അച്ഛനും അമ്മയും ഉള്ള നല്ലൊരു കുടുംബത്തിലുമാണ്. പക്ഷെ ഈ സുശിംപ്രഭു പറഞ്ഞതിന്റെ കൂട്ട് എന്തുകൊണ്ടാണ് പ്രതികരണ ശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അവിടെ ഒരു പെൺകുട്ടികളുള്ള വീട്ടില് ഒന്ന് പെൺകുട്ടികൾ ഇപ്പം പഠിക്കുന്നു, അവർ ജോലിക്ക് അവർക്ക് അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. ഈ ഒരു കറണ്ട് സിസ്റ്റത്തിൽ അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള, ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശേഷി ഉണ്ടാവണം. കാരണം അച്ഛനും അമ്മയും നോക്കൂലല്ലോ. അച്ഛനും അമ്മയും തിരിച്ചു വരുമ്പോൾ പറയും എന്തിനു വന്നെന്ന് ചോദിക്കും. അതാണ് സ്ഥിതി. അച്ഛനും അമ്മയും ചോദിക്കും എന്ത് നീ അവിടെ നിന്ന് സഹിച്ചു നിന്നൂടെ, അഡ്ജസ്റ്റ് ചെയ്തൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് അവരെ വീട്ടിൽ ചെല്ലുമ്പോഴേ തന്നെ ടോർച്ചറിങ് തുടങ്ങും. കാർഷിക പീഡനം ഏത് വീട്ടിലും ഇല്ലാത്ത എല്ലായിടും ഉണ്ട്. അതിന് ഈ പയ്യന്റെ അമ്മയും അച്ഛനും കൂടെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്. ഇവരെല്ലാരും കൂടി ഇവരെ റാഗ് ചെയ്യുകയോ ഇവരെ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി എല്ലാ വീട്ടുകളിലും ഉണ്ട്, നമ്മളൊക്കെ വീട്ടുകളിൽ. എനിക്കറിയാവുന്നതാണ്. അപ്പൊ ഇപ്പം മെനങ്ങാന്ന് നമ്മളൊരു കല്യാണത്തിൽ പോയി. അപ്പം കല്യാണ പെണ്ണ് കല്യാണം കഴിഞ്ഞ് ചെറുക്കന്റെ വീട്ടിൽ വന്നപ്പോ ചെറുക്കന്റെ ബന്ധുവാണ് നമ്മള്, എന്റെ അളിയന്റെ